ഹായ് ഓൾ, എല്ലാവർക്കും റൈറ്റ് ബോർഡിൻ്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ മുഖം കാണിച്ച് സംസാരിച്ചിട്ട് കുറച്ച് കാലമായല്ലേ. അപ്പം ഇന്നിപ്പോൾ ഒരു മുഖം കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം കുട്ടികളൊക്കെ പരീക്ഷയൊക്കെ കഴിഞ്ഞു, ഇനി വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഗുണകരമായിട്ടുള്ളൊരു കരിയർ അഡ്വൈസ് അല്ലെങ്കിൽ ഒരു കോഴ്സ് അഡ്വൈസ് സെക്ഷനായിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലെത്തിയിരിക്കുന്നത്. 10 കഴിഞ്ഞ കുട്ടികൾക്ക് ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാലുള്ള ഒരു കരിയർ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. 10 കഴിഞ്ഞ കുട്ടികൾക്ക് ഉപകാരപ്രദമാകും, അല്ലെങ്കിൽ +2 കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ ഉപകാരപ്രദമാകുന്നൊരു സെക്ഷനാണിത്. കാരണം ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവേ ആൾക്കാർ ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ സ്കോപ്പൊന്നും ഇല്ല, വാട്ട് നെക്സ്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇന്നത്തെ കാലത്തും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഹ്യൂമാനിറ്റീസ് തന്നെ ആദ്യം സംസാരിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അതിലൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ഒരാളാണ്. ഞാൻ പിന്നെ ഹ്യൂമാനിറ്റീസ് വളരെ സ്നേഹപൂർവ്വം പോയിട്ട് എടുത്തൊരാളാണ്. എനിക്ക് ഹ്യൂമാനിറ്റീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഹ്യൂമാനിറ്റീസിൻ്റെ സാധ്യതകളെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോൾ ഹ്യൂമാനിറ്റീസിനെ കുറിച്ചുള്ള സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ കരിയർ മേഖല തന്നെ പറയാം. ഞാൻ ജേർണലിസ്റ്റ് ആയിരുന്നു. ജേർണലിസം എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പത്രങ്ങളായാലും മലയാളം പത്രങ്ങളായാലും അല്ലെങ്കിൽ മലയാളം ചാനലുകൾ, ഇംഗ്ലീഷ് ചാനലുകൾ, പിന്നെ ഓൺലൈന്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഓൺലൈനാണ് കുറേ കൂടെ സാധ്യതകളുള്ളത്. അപ്പോൾ ഓൺലൈൻ മീഡിയ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ ജേർണലിസം എവിടെ നിന്ന് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ എനിക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നത് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തന്നെയാണ്. ഞാൻ BA പഠിച്ചത് അമൃത സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷനിലാണ്. എട്ടിമടയിലാണ് ക്യാമ്പസ് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പഠിച്ച വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോട്ടയത്തുള്ള മനോരമ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അവിടെ നിന്നാണ് എനിക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി മനോരമയുടെ അസിസ്റ്റൻറ്റ് കണ്ടൻറ് പ്രൊഡ്യൂസറായിട്ട് ജോലി കിട്ടിയത്. അപ്പോൾ മനോരമ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷനും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അതെല്ലാം നിങ്ങൾക്ക് പുറത്ത് കുറച്ച് ദൂരോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ ഇന്ത്യൻ സ്കൂൾ ഓഫ് ജേർണലിസം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സിംബയോസിസ് ഉണ്ട്. പിന്നെ ഏഷ്യൻ സ്കൂൾ ഓഫ് ജേർണലിസം ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ് തിരുവനന്തപുരം കാര്യവട്ടത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ക്യാമ്പസ്. അവിടെ MA ജേർണലിസം പഠിക്കാവുന്നതാണ്. അവിടെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ MA ജേർണലിസം കഴിഞ്ഞ ആൾക്കാരുണ്ട്. അപ്പം കാര്യവട്ടം നല്ലൊരു ക്യാമ്പസാണ്. അതൊക്കെയാണ് ജേർണലിസത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത്. പിന്നെ വേറൊന്നെന്ന് പറയുന്നത് ലോയാണ്. അത്യാവശ്യം സംസാരിക്കാനൊക്കെ അറിയാവുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാവുന്നൊരു മേഖലയാണ് ലോ എന്ന് പറയുന്നത്. അതൊക്കെ അഡ്വക്കേറ്റായിട്ടും പ്രാക്ടീസ് ചെയ്യാം, ലീഗൽ അഡ്വൈസർ ആകാം, പിന്നെ മജിസ്ട്രേറ്റ്, മുനിസിപ്പൽ, ജഡ്ജ് അങ്ങനെയൊക്കെയുള്ള എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല നല്ല പൊസിഷനിലോട്ട് പോകാൻ പറ്റും. അപ്പം ലോ നല്ലൊരു മേഖലയാണ്. അടുത്ത് വരുന്നത് വൺ ഓഫ് ദ ഗ്ലോറിയസ് ആയിട്ടുള്ളൊരു മേഖല എന്ന് പറയുന്നത് UPSC ആണ്. സിവിൽ സർവീസ്, IAS, IPS അങ്ങനെയുള്ള പരീക്ഷകളൊക്കെ എഴുതാൻ താല്പര്യമുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ സ്വപ്നം IAS ഓ IPS ഓ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റായിട്ടും ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ UPSCക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് മെയിനായിട്ടും NCERT, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് ഇതൊക്കെയാണ് നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻ വരുന്ന പുസ്തകം എന്ന് പറയുന്നത്. ഹ്യൂമാനിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എയിം വളരെ ശക്തമായിട്ട് വേണം. ഞാൻ IAS ആകും, അല്ലെങ്കിൽ ഞാൻ IPS ആകും, അല്ലെങ്കിൽ ഞാൻ ഇന്ത്യൻ എക്കണോമിക് സർവീസിലെത്തും, അങ്ങനെയുള്ളൊരു എയിം നിങ്ങൾക്ക് ശക്തമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹ്യൂമാനിറ്റീസ് എടുക്കാം. കാരണം നമുക്ക് ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹിസ്റ്ററി, ജോഗ്രഫി കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അതിൻ്റെ ഒരു അഡ്വാൻസ് ലെവലാണ് നിങ്ങൾ UPSC പ്രിപ്പറേഷന് വേണ്ടത്. ലക്ഷ്മികാന്തിൻ്റെ പിന്നെ പോളിറ്റിയുടെ ബുക്കൊക്കെ റെഫർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ബേസ് ഉണ്ടെങ്കിൽ സയൻസ് സ്റ്റുഡൻസിനെക്കാട്ടിൽ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ റൈറ്റ് ബോർഡിൽ UPSC ബേസ്ഡ് ആയിട്ടുള്ള കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക് 8ാം ക്ലാസ് തൊട്ട് അതിന് എൻറോൾ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ട്യൂഷൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പറയുന്ന UPSC ബേസ്ഡ് കോച്ചിങ്ങും കൊടുക്കുന്നതാണ്. ഓക്കെ. പിന്നെ അടുത്ത് വരുന്നൊരു മേഖല എന്ന് പറയുന്നത് ഭാഷയാണ്. നിങ്ങൾക്ക് നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാൻ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഭാഷാ സ്നേഹിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അതിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഹൈദരാബാദിലുള്ള ഇൻ്റർനാഷണൽ ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയാണ്. IFLU എന്ന് പറയും.
ഇഫ്ലു നല്ല ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടെ പലതരത്തിലുള്ള ഭാഷകളുണ്ട്. അറബിക് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അങ്ങനെ പല പല ഭാഷകൾ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇഫ്ലു എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്ന ഒരു സ്ട്രീം എന്ന് പറയുന്നത് MSW സോഷ്യൽ വർക്ക്. കുറച്ച് സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MSW ഓപ്റ്റ് ചെയ്യാവുന്നൊരു മേഖലയാണ്. വേറൊരെണ്ണം സൈക്കോളജിയാണ്. ഈ MSW പോലെ തന്നെ ഇപ്പം വളരെ ബൂമിങ് ആയിട്ട് വരുന്നൊരു സംഭവമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജിയിൽ തന്നെ പല 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 വേർഷൻസ് ഇട്ട് നിങ്ങൾക്ക് വെൽനസ് കോച്ച് ആകാം, ലൈഫ് കോച്ച് ആകാം, അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആകാം, റിലേഷൻഷിപ്പ് സൈക്കോളജിസ്റ്റ്, അങ്ങനെ പല പല നിഷകളുണ്ട്. സൈക്കോളജി വൺ ഓഫ് ദ എമർജിങ് ഫീൽഡാണ്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഭാഷാ താല്പര്യമുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന വേറൊരു മേഖലയാണ് കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പം അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആകാം, അല്ലാതെയുള്ള കണ്ടന്റ് ക്രിയേഷൻ ആകാം, അതുമൊക്കെ നല്ല സാധ്യതയുള്ളൊരു മേഖല തന്നെയാണ്. വേറൊന്ന് പബ്ലിക് റിലേഷൻ ഓഫീസർ. അപ്പോൾ നിങ്ങൾ ജേർണലിസ്റ്റ് ആയിട്ടൊക്കെ കുറച്ച് കാലം വർക്ക് ചെയ്തു, നിങ്ങൾക്ക് ആ ജോലി മടുത്തുമ്പോഴൊക്കെ നിങ്ങൾക്ക് പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ടും പോകാൻ പറ്റും. പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള മീഡിയ ബന്ധം കൈകാര്യം ചെയ്യുന്നതാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അത് കുഴപ്പമില്ലാത്തതാണ്. പിന്നെ ലീഗൽ അഡ്വൈസർ. ലോ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഗൽ അഡ്വൈസറായിട്ട് പോകാം, പൊളിറ്റിക്കൽ അഡ്വൈസറായിട്ട് പോകാം. അങ്ങനെ ഒരുപാട് കരിയർ സാധ്യതകൾ ഹ്യൂമാനിറ്റീസിലുണ്ട്. അതേപോലെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. അത് മുംബൈയിലാണ് എൻ്റെ ആസ്ഥാനം. അത് വളരെ ഗഹനമായിട്ട് സോഷ്യൽ സ്റ്റഡീസ് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഹ്യൂമാനിറ്റീസിൻ്റെ ഒരു കരിയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ വേറെ പറയുകയാണെങ്കിൽ ആർക്കിയോളജിസ്റ്റ്, ജിയോളജിസ്റ്റ്, ഹിസ്റ്റോറിയൻസ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മേഖലകൾ നമുക്ക് ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന കരിയർ സാധ്യതകളാണ്. അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഒട്ടും മടിച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആ മേഖല താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജോലി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പം കരിയർ സാധ്യതകളെ കുറിച്ചിട്ടുള്ള ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കുക. അടുത്തൊരു സീരീസുമായിട്ട് വരുന്നത്. ബൈ ബൈ.